ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എനിക്കിന്ന് നല്ല തിരക്കുള്ള ദിവസമാണ്. നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്നതെന്ന് പറഞ്ഞ്. അപ്പോൾ ഗസ്റ്റ് ആരാന്നുള്ള കാര്യം ഞാൻ വീഡിയോൻ്റെ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ പറയാം കേട്ടോ. അപ്പോൾ തലേന്ന് രാത്രിയാണ് അവർ വിളിക്കുന്നത്. വരുന്ന കാര്യം പിന്നെ ഞാൻ പുഡിങ് മുട്ടമാലൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിന്. വെറുതെ ഇങ്ങനെ പൊക്കി പറയുന്നതല്ല, ഉണ്ടാക്കണമെന്ന് സത്യമായിട്ട് വിചാരിച്ചിന്. കാരണം എന്താ വെച്ചാൽ നമ്മളെ കണ്ണൂരെല്ലാം വരുമ്പോൾ അതിനായിട്ട് സ്വീകരിക്കണമല്ലോ. അവർ കൊണ്ടോട്ടിയാണ് കേട്ടോ. പിന്നെന്ന് വെച്ചാൽ അവർ രാവിലെ ഒരു 12:30 മണിയാകുമ്പോഴത്തേക്ക് എത്തുമെന്ന് വിചാരിച്ച്. അവർ അവിടുന്ന് ഒരു 8 മണിക്ക് ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ച് ഇതൊക്കെ എല്ലാം കൂടി ആകുമ്പോൾ എനിക്ക് ഒരുങ്ങൂലെന്ന് വിചാരിച്ച്. കാരണം എന്ന് വെച്ചാൽ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ക്യാമറ എടുത്ത് നടക്കണമല്ലോ. അപ്പോൾ എന്തായാലും ടൈം അങ്ങോട്ട് എത്തും. അപ്പോൾ പരമാവധി അതൊക്കെ കുറച്ച് എന്നാലും ഒരു 3-4 റെസിപ്പിയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ റെസിപ്പിയും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ വീഡിയോൻ്റെ ലെങ്ത്ത് ഒരുപാട് കൂടും. പിന്നെ അതുകൊണ്ട് ഒരു വ്ളോഗാക്കിയിട്ട് എടുത്ത് പിന്നെ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ഓരോ റെസിപ്പിയും ഞാൻ ചിലപ്പോൾ ഷെയർ ചെയ്യുവേ. അപ്പോൾ രാവിലെ ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലൊക്കെ കയറിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കുമ്പോൾ എന്തായാലും നമുക്ക് സമയം കൂടും. അപ്പോൾ രാവിലെ ഇറങ്ങണം. പിന്നെ എന്ന് വെച്ചാൽ അനിയത്തി കുറച്ച് കഴിഞ്ഞേരാണ് കയറി വന്നത്. നമ്മൾ രണ്ടാൾ ഇപ്പോൾ 4 വീലർ പഠിക്കാൻ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാൾ ഇന്ന് ലീവാക്കി. അപ്പോൾ നമുക്ക് ഇത് ഉച്ചയാകുമ്പോഴത്തേക്ക് ഒരുങ്ങണ്ടേ. പിന്നെന്ന് വെച്ചാൽ അപ്പോൾ ആ ഒരു അവസരം കിട്ടിയാൽ ഒരാളുണ്ട് ഇങ്ങനെ ടേബിളിൻ്റെ മേലെല്ലാം കയറിയിട്ട് ഇന്ന് കളിക്കലും ചെയ്യുന്നുണ്ട്. അനിയത്തിൻ്റെ മോളാണ്. അപ്പോൾ ഗസ്റ്റ് ആരാന്ന് വെച്ചാൽ നമ്മളെ കൊണ്ടോട്ടിയിലുള്ള ഫ്രണ്ട് അവരൊക്കെയാണ്. അവർ ഫാമിലി ആയിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ വിചാരിച്ച് അവർ നിൽക്കുമെന്നല്ല വിചാരിച്ചാണ്. പക്ഷേ അവർ നിന്നിട്ടില്ല. നമ്മൾ അവിടെ അടുത്ത് പോയൊരു ദിവസം നിൽക്കലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുഡ് നമ്മൾ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമ്മളെ കണ്ണൂർ സ്റ്റൈലിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി അതും ഉണ്ടാക്കിയിട്ടുണ്ട്. 2 ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഉണ്ടാക്കിയത് നമ്മൾ കമിയറപ്പാണ്. അത് നമ്മളെ കണ്ണൂർക്കാർക്ക് അത്ര വലിയ പ്രാധാന്യം ഉണ്ടാവില്ല. പക്ഷെ പുറത്തുനിന്ന് വരുന്നവർക്കെല്ലാം ഇതൊക്കെ നല്ലതാണ്. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് നെയ്പത്തിരിയാണ്. നെയ്പത്തിരി ഉണ്ടാക്കാൻ കാരണം വെച്ചാൽ നമ്മൾ ദുബായിലുള്ള ടൈം ഞാനൊരു ദിവസം ഇത് ഇങ്ങനെ ചുട്ടേരാ അവരെ മോന് ചോദിച്ചിട്ടുണ്ട് ഇതെന്താണെന്ന്. പക്ഷെ അവർക്ക് അറിയാമല്ലോ. പക്ഷെ കമിയറപ്പ അങ്ങനെ അറിയില്ല എന്ന് അവർ പറഞ്ഞ്. പിന്നെ ഉണ്ടാക്കിയത് ചിക്കൻ്റെ കുർമയാണ്. പിന്നെ നമ്മളെ ഒരു സ്റ്റൈലിൽ ചിക്കൻ പൊരിച്ചത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ കുറേ ആയി അവർ ഇങ്ങനെ വീട്ടിൽ വരണം എന്നൊക്കെ പറയുന്നത്. പക്ഷേ അവർക്ക് പിന്നെ ഓരോ തിരക്ക്. പിന്നെ അവർ വരണമെന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ ആവശ്യം. അങ്ങനെ ഇന്ന് തന്നെ വിളിച്ച് ചോദിച്ചിട്ടാണ് അവർ വരുന്നത്. നിങ്ങൾക്ക് കല്യാണമൊന്നും ഇല്ലല്ലോ എന്ന്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തായാലും കല്യാണം ഉണ്ട് എന്നുള്ള നമ്മുടെ സ്റ്റാറ്റസിൽ അവർ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ചോദിച്ചിട്ടാണ് അവർ എളിയത്. പിന്നെന്ന് വെച്ചാൽ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പരിപാടിയെ. അങ്ങനെ 12 മണിയാകുമ്പോഴത്തേക്ക് നമ്മളെല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ ഇറങ്ങിയതല്ലേ, രാത്രിയെങ്കിലും നമുക്കങ്ങനെ പ്രശ്നമില്ല. നമ്മൾ വിചാരിച്ച പോലെ നടക്കും. കാരണം എന്താ വെച്ചാൽ രാവിലെ തുടങ്ങിയാൽ നമുക്ക് രാത്രി വരെ പണിയെടുത്തുകൊണ്ടിരിക്കും. ഇത് ആ ടൈം എത്രയല്ലേ ഉള്ളൂ. രാവിലെ ഒരു 6 മണിക്ക് നിസ്കാര ശേഷം കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയെല്ലാം ഇറങ്ങാം നമ്മൾ പണിക്ക്. അപ്പോൾ എന്താ പറയുക, പിന്നെ വൈകുന്നേരത്തെ ചായൻ്റെ കടിയാണ് അത്. പിന്നെ ഒരു 3-4 തരം ഉണ്ടാക്കണം എന്നെല്ലാം വിചാരിച്ച്. പിന്നെ നോക്കുമ്പോഴത്തേക്ക് അവർക്ക് അങ്ങനെ ഒരുപാട് ടൈം ഇരിക്കാൻ പറ്റൂലല്ലോ. അവർക്ക് അങ്ങെത്തണ്ടേ. അപ്പോൾ എന്ത് ചെയ്താൽ നമ്മൾ പെട്ടെന്ന് ക്യാരറ്റ് പോളും പിന്നെ വേറൊരു റെസിപ്പിയും കൂടി ഉണ്ടാക്കിയ ഉരുളക്കിഴങ്ങ് ചിക്കനൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ആ ചാനലിൽ നിർബന്ധമായി സബ്സ്ക്രൈബ് ചെയ്തിട്ട്